ആൾജിബ്രന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ പൊസിഷൻ വെക്ടർ, അതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഫോർമുല, ഇന്റേണൽ ഡിവിഷൻ, എക്സ്റ്റേണൽ ഡിവിഷൻ ഒക്കെയാണ് പറഞ്ഞു വെച്ചത്. ഇനി ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് കോമ്പണൻസ് ഓഫ് എ വെക്ടർ ഇൻ 2 dimension, അതിനുശേഷം ഇൻ 3 dimension. അപ്പൊ ആദ്യം 2D പറയാം. Components of a vector in 2 dimension. ടു ഡയമെൻഷൻ നിങ്ങൾക്ക് അറിയാം, ഒരു പ്ലെയിൻ ആണ്. അവിടെ എപ്പോഴും 2 കോർഡിനേറ്റ് ആക്സിസ് ഉണ്ടാവും. ഒന്ന് എക്സ് ആക്സും ഒന്ന് വൈ ആക്സും. ഹൊറിസോണ്ടൽ ലൈൻ എപ്പോഴും എക്സ് ആക്സ് ആയിട്ടും വെർട്ടിക്കൽ ലൈൻ വൈ ആക്സ് ആയിട്ടുമാണ് എടുക്കുക, അത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഞാൻ എക്സ് വൈ ആക്സിസ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഒറിജിൻ O. ഓക്കെ, ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്ന 2 യൂണിറ്റ് വെക്ടേഴ്സ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് OXന്റെ ഡയറക്ഷനിൽ ഒരു യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടർ. OX അഥവാ പോസിറ്റീവ് എക്സ് ആക്സിന്റെ ഡയറക്ഷനിൽ ഒരു യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടർ ഇനി മുതൽ എടുക്കുക, ഐ ക്യാപ്പ്. അപ്പൊ ഐ ക്യാപ്പ് OXന്റെ ഡയറക്ഷനിലാണ്. അതോടൊപ്പം ഐ ക്യാപ്പിന്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അതേപോലെ OYന്റെ ഡയറക്ഷനിൽ യൂണിറ്റ് വെക്ടർ ജെ ക്യാപ്പ്. ഈ എക്സ് ആക്സ് വൈ ആക്സ് എപ്പോഴും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഐയും ജെയും എപ്പോഴും പെർപെൻഡിക്കുലർ ആണ്. അഥവാ അതിന്റെ അടുക്കുള്ള ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആണ്. ഇതും യൂണിറ്റ് വെക്ടർ ആണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പൊ ഐയും ജെയും പരിചയപ്പെട്ടല്ലോ. ഐ ക്യാപ്പ് ഈസ് എ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് OX ആൻഡ് ജെ ക്യാപ്പ് ഈസ് എ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് OY. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ പോയിന്റിന്റെ പൊസിഷൻ വെക്ടറിനെ പറ്റി പറഞ്ഞിരുന്നു. ഈ പ്ലെയിൻ നിറയെ പോയിന്റാ, എവിടെ വേണമെങ്കിലും പോയിന്റ് എടുക്കാം. ഏത് പോയിന്റ് എടുത്താലും അതിനൊരു പൊസിഷൻ വെക്ടർ ഉണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ ഈ പ്ലെയിനില് ഇവിടെ ഒരു പോയിന്റ് P മാർക്ക് ചെയ്തു. ഒരു P മാർക്ക് ചെയ്യുമ്പോൾ 2D ആയതുകൊണ്ട് അതിനൊരു എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും, ഒരു വൈ കോർഡിനേറ്റ് ഉണ്ടാവും. ഞാൻ അതിനെ സ്മോൾ ലെറ്റർ എക്സ് വൈ കൊണ്ട് കാണിച്ചു. ഈ ഒറിജിനിൽ നിന്ന് നമ്മൾ ഈ പോയിന്റ് P നെ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു, അതിന്റെ പൊസിഷൻ വെക്ടർ ആണ് വെക്ടർ OP. ഈ വെക്ടർ ആണ് പൊസിഷൻ വെക്ടർ ഓഫ് P. ഈ വെക്ടർ OP നെ നമ്മൾ 2 കോമ്പണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവാ. 2 വെക്ടറുകളുടെ സം ആയിട്ട് എഴുതാൻ പോവാ. അതിന് ഞാൻ ചെയ്യുന്നത്, ഈ P എന്നൊരു പെർപെൻഡിക്കുലർ വരച്ചു. എവിടേക്ക്? എക്സ് ആക്സിലേക്ക് വരച്ചു. അത് വന്ന് എമ്മിന് മീറ്റ് ചെയ്തു. ഇത് പെർപെൻഡിക്കുലർ. എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആണ് PM, അഥവാ വൈ ആക്സിന് പാരലൽ ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഈ OM എന്ന ലെങ്ത് ആണ് നമ്മളെ പിയുടെ എക്സ് കോർഡിനേറ്റ്. ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് വൈ കോർഡിനേറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്, പൊസിഷൻ വെക്ടർ ഓഫ് ക്യാപിറ്റൽ P ഈസ് ഈക്വൽ ടു OP വെക്ടർ ആണ്. അതിനെ 2 വെക്ടർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവുക. ഒന്ന് OM വെക്ടർ, ഒന്ന് എമ്മിലേക്ക് നടക്കുക. എന്നിട്ട് എം എന്ന് പിയിലേക്ക് പോയാൽ മതി, MP വെക്ടർ. അപ്പൊ OM വെക്ടർ പ്ലസ് MP വെക്ടർ. ക്ലിയർ അല്ലേ? ഇനി OM എന്ന വെക്ടർ എന്ന് പറയുന്നത് ഈ ലെങ്ത് OM ഇൻറ്റു ഈ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ എടുത്താൽ പോരെ. അപ്പൊ ഇതിനെ നമുക്ക് OM എന്ന ലെങ്ത് ഇൻറ്റു ആ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ നമ്മൾ എടുത്തു വെച്ചു, ഐ ക്യാപ്പ് പ്ലസ് MP എന്ന വെക്ടർ കിട്ടാൻ ഈ MP എന്ന ലെങ്ത് ഇൻറ്റു ഈ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ എടുത്താൽ പോരെ. MP ന്റെ ഡയറക്ഷൻ തന്നെയാണ് ആർക്ക്? OYക്ക്. അപ്പൊ നിങ്ങൾക്ക് അറിയാതെ MP ഇൻറ്റു ജെ ക്യാപ്പ് എടുത്താൽ മതി. ഇനി നിങ്ങൾ പറ, OM എന്ന് പറയുന്നത് നമ്മളെ ക്യാപിറ്റൽ P എന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആണ്. MP എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റ് ആണ്. അത് ഇവിടെ സ്മോൾ ലെറ്റർ XY എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് x into I plus
y into j. എന്താ നമ്മൾ ചെയ്തത്? 2D പ്ലെയിനില് ക്യാപിറ്റൽ P x, y എന്ന പോയിന്റിനെ ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ OP വെക്ടർ is equal to x into i cap plus y into j cap. ഈ xi ആണ് കോമ്പണന്റ് ഓഫ് OP along OX. ഈ yj എന്ന വെക്ടർ ആണ് കോമ്പണന്റ് ഓഫ് OP along OY അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു OX. രണ്ട് വെക്ടർ ആയിട്ട് മുറിച്ച് ചെയ്യും. അപ്പൊ 2D പ്ലെയിനിൽ ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പൊസിഷൻ വെക്ടർ എങ്ങനെ കിട്ടുക? എന്താണോ x കോർഡിനേറ്റ് അത് ഇൻറ്റു i ക്യാപ്പ് പ്ലസ് എന്താണോ y കോർഡിനേറ്റ് അത് ഇൻറ്റു j ക്യാപ്പ്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ OP എന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്, OPന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ലെങ്ത് OP അല്ലേ? ലെങ്ത് OP is equal to root of x square plus y square എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ദ വെക്ടർ xi plus yj is equal to square root of x square plus y square. അപ്പൊ xi plus yj എന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ റൂട്ട് ഓഫ് x square plus y square. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു നോട്ട്, ഇങ്ങനത്തെ രണ്ട് വെക്ടർ ഈക്വൽ ആയാൽ x1i plus y1j is equal to x2i plus y2j if and only if x1 equal to x2, y1 equal to y2. ഇവിടുത്തെ അതിന്റെ കൂടുള്ള നമ്പറും ഇവിടുത്തെ അതിന്റെ കൂടുള്ള നമ്പർ ഈക്വൽ, അതേപോലെ ജെന്റെ കോഎഫിഷ്യൻസ് ഈക്വൽ ആവണം. അപ്പോൾ ഈക്വൽ ആവും. അപ്പൊ 2D പ്ലെയിനിലെ xy എന്ന പോയിന്റ് പൊസിഷൻ വെക്ടർ xi പ്ലസ് yj. അപ്പൊ 2, 3 എന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ 2i പ്ലസ് 3j. -1, 1 എന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ -i പ്ലസ് j. എന്താണോ x കോർഡിനേറ്റ് അത് ഇൻറ്റു i പ്ലസ് എന്താണോ y കോർഡിനേറ്റ് അത് ഇൻറ്റു j. അപ്പോ -4, -3 എന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ -4i -3j. അപ്പൊ 0, 2 എന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ 0i പ്ലസ് 2j. അപ്പൊ 2j എന്ന് മാത്രം പറഞ്ഞാൽ മതി. -5, 0 എന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ -5i പ്ലസ് 0j അഥവാ -5i. അങ്ങനെയാണെങ്കിൽ 0, 0ന്റെ പൊസിഷൻ വെക്ടർ പറയൂ. 0, 0ന്റെ പൊസിഷൻ വെക്ടർ 0i പ്ലസ് 0j അഥവാ 0 വെക്ടർ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഒറിജിന്റെ പൊസിഷൻ വെക്ടർ 0 വെക്ടർ. വേറെ ഏത് പോയിന്റ് 2Dയിൽ കിട്ടിയാലും അതിന്റെ പൊസിഷൻ വെക്ടർ ഐയും ജെയും വെച്ച് പെട്ടെന്ന് പറയാം. xy എന്ന പോയിന്റ് പൊസിഷൻ വെക്ടർ xi പ്ലസ് yj ആണ്. xi പ്ലസ് yj അതിന്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. x1i പ്ലസ് y1j എന്ന വെക്ടർ x2i പ്ലസ് y2j ഈക്വൽ ആണെന്ന് എവിടെയെങ്കിലും കണ്ടാൽ ഉടനെ പറഞ്ഞോ x1 equal to x2 and y1 equal to y2. ഇത്രയാണ് കോമ്പണന്റ്സ് ഓഫ് എ വെക്ടർ ഇൻ 2 ഡയമെൻഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് കോമ്പണന്റ്സ് ഓഫ് എ വെക്ടർ ഇൻ 3 ഡയമെൻഷൻ. നമ്മളിത് 3Dയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പറയാം. 3Dയിൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ +1 ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ ടു 3D ജോമെട്രി എന്ന ചാപ്റ്ററിൽ ആക്സിസ്, അവിടുത്തെ ഡിഫറെന്റ് പ്ലെയിന്, കോർഡിനേറ്റ്സ് ഓഫ് എ പോയിന്റ്, ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. 3D എന്ന് പറയുമ്പോൾ നമ്മൾ സ്പേസ് ആണ്. അവിടെ 2 കോർഡിനേറ്റ് ആക്സസ് അല്ല 3 കോർഡിനേറ്റ് ആക്സസ് ഉണ്ടാവും. അപ്പൊ എക്സ്, വൈ, z ആക്സസ് ഉണ്ടാവും. ഒറിജിൻ ഓ തന്നെ എടുക്കാറ്. അപ്പൊ നമുക്ക് if capital P x, y, z is a point in 3D space, then the position vector of P is equal to xi plus yj plus zk. ij നമ്മൾ നേരത്തെ പറഞ്ഞു, kr ആയിരിക്കും, i
unit vector along OX, J, unit vector along OY, and K, unit vector along OZ. Appo where I, J, K are the unit vectors along OX, OY, OZ respectively. അപ്പോൾ 3Dയിലേക്ക് വരുമ്പോൾ മൂന്നാമതൊരു കോമ്പണന്റ് കൂടി വരും. XYZ ആണ് 3D സ്പേസിലെ പോയിന്റ് എങ്കിൽ അതിന്റെ പൊസിഷൻ കാണിക്കുന്ന വെക്ടർ x ഇൻറ്റു ഐ പ്ലസ് വൈ ഇൻറ്റു ജെ പ്ലസ് സെഡ് ഇൻറ്റു കെ. ഇത് OX ന്റെ ഡയറക്ഷനിലെ കോമ്പണന്റ്, ഇത് OY ന്റെ ഡയറക്ഷനിലെ കോമ്പണന്റ്, ഇത് OZ ന്റെ ഡയറക്ഷനിലെ കോമ്പണന്റ്. അപ്പൊ ഇതിന്റെ മോഡുലസ് രണ്ട് പോയിന്റ് നോട്ട് ചെയ്യാം. മോഡുലസ് ഓഫ് ദിസ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ മോഡുലസ് എന്ന് പറയുന്നത് ഒറിജിൻ അവിടേക്കുള്ള ഡിസ്റ്റൻസ് ഈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. അതേപോലെ ഇങ്ങനത്തെ രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണെങ്കിൽ x1i പ്ലസ് y1j പ്ലസ് z1k ഈസ് ഈക്വൽ ടു x2i പ്ലസ് y2j പ്ലസ് z2k if and only if these two vectors are equal, if and only if x1 equal to x2, y1 equal to y2 and z1 equal to z2. I ന്റെ coefficients രണ്ടും equal ആവണം, j ന്റെ coefficients രണ്ടും equal ആവണം, k ന്റെ equal ആവണം. ഇത്രയാണ് ഈ ആദ്യ പാർട്ടിൽ നമുക്ക് തിയറി ആയിട്ട് പറയാനുള്ളത്. അപ്പൊ ഇനി ഈ സെഷനിൽ ഇത്രയും പറഞ്ഞ ഭാഗം വെച്ചിട്ട് കുറച്ച് ചെറിയ ചെറിയ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അപ്പോൾ വെക്ടറിന്റെ ഡെഫിനിഷന്, ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ ബൈ എ നമ്പർ, അതിന്റെ ചില പ്രോപ്പർട്ടീസ്, പൊസിഷൻ വെക്ടറുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ്, കോമ്പോണൻസ് 2Dയിൽ 3Dയിൽ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വെക്ടർ ചാപ്റ്ററിൽ പറഞ്ഞു കഴിഞ്ഞത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ആദ്യ സെഷനിലെ പ്രോബ്ലംസ് ആണ്. ഒന്നാമത്തെ ഒരു ചെറിയ പ്രോബ്ലം, എന്നാൽ ഒരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം ഞാൻ പറയുന്നത്, if capital D is the midpoint of side BC of a triangle ABC, prove that vector AB plus vector AC is equal to 2 into vector AD. ഇപ്പോൾ വെക്ടർ അഡീഷന് ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ വിഷയം. ഇതൊക്കെ അറിഞ്ഞാൽ, അതേപോലെ സെക്ഷൻ ഫോർമുലയിൽ നമ്മുടെ മിഡ് പോയിന്റ് ഫോർമുല, ഇതൊക്കെ പാടെ അറിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 2-3 സ്റ്റെപ്പ് അവിടെ എഴുതാനുണ്ട്. അതൊരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം കേട്ടോ. എന്താ പറഞ്ഞു മക്കളെ? Capital D is the midpoint of side BC of a triangle ABC. Prove that AB vector plus AC vector equal to 2 into AD vector. നമുക്കൊന്ന് ഫിഗർ ഒന്ന് വരയ്ക്കാം. ട്രയാങ്കിളിന് ഒരു പ്രത്യേകതയില്ല. ഇഷ്ടമുള്ള ട്രയാങ്കിൾ ആയാൽ മതി. ABC ഒരു ഞാൻ റഫായിട്ട് ട്രയാങ്കിൾ വരച്ചു. ഇനി എന്താ മാർക്ക് ചെയ്യാനുള്ളത്? ക്യാപിറ്റൽ D is the midpoint of side BC. BC എന്ന സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് ക്യാപിറ്റൽ D. നമ്മൾ മാർക്ക് ചെയ്തു. ഇത് നമ്മളിവിടെ ഈ ക്വസ്റ്റ്യനിൽ കാണുന്ന 3 വെക്ടേഴ്സ് ഉണ്ട്. അതൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. AB വെക്ടർ, AC വെക്ടർ, പിന്നെ പറയുന്നത് AD വെക്ടർ. നമ്മൾ മാർക്ക് ചെയ്തു. D എന്താണ്? BCന്റെ മിഡ് പോയിന്റ് ആട്ടോ. പ്രൂവ് ചെയ്യേണ്ടത് AB വെക്ടർ AC വെക്ടറോട് ആഡ് ചെയ്യുമ്പോൾ 2 into AD വെക്ടർ. നമുക്ക് തൽക്കാലം ഈ ഏല് നിൽക്കാം. ഏല് നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരത്തേക്ക് A ഒറിജിൻ ആയിട്ട് വിചാരിച്ചോളൂ. അങ്ങനെ വിചാരിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. A ഒറിജിൻ ആയിട്ട് വിചാരിച്ചിട്ട് നമ്മൾ ഈ 3 പോയിന്റുകളെ നോക്കൂ. ബിയും സിയും ഡിയും നോക്കൂ. A ഒറിജിൻ ആയിട്ട് നിന്ന് ബിനെ നോക്കുമ്പോൾ ബിന്റെ പൊസിഷൻ വെക്ടർ AD വെക്ടറാണ്. A ഒറിജിൻ ആയിട്ട് എടുത്ത് സീനെ നോക്കുമ്പോൾ സീന്റെ പൊസിഷൻ വെക്ടർ AC വെക്ടറാണ്.
എ ഒറിജിനായിട്ട് എടുത്ത് ഡിനെ നോക്കുമ്പോ ഡിന്റെ പൊസിഷൻ വെക്ടർ എ ഡി വെക്ടറാണ്. ഈ ഡി എന്നത് ബി സിന്റെ മിഡ് പോയിന്റാ. അപ്പൊ സെക്ഷൻ ഫോർമുലന്റെ അവിടെ ഞാൻ പറഞ്ഞിരുന്നു മിഡ് പോയിന്റ് ഫോർമുല. ഒരു സെഗ്മെന്റിന്റെ മിഡ് പോയിന്റ് പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് അതിന്റെ രണ്ട് എൻഡുകളുടെ പൊസിഷൻ വെക്ടർ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ ആൻസർ എഴുതുമ്പോ സൊല്യൂഷൻ എഴുതുമ്പോ ഫിഗർ വരച്ചതിന് ശേഷം നിങ്ങൾ സെന്റൻസ് എഴുതുക, ടേക്ക് എ ആസ് ദി ഒറിജിൻ. അപ്പോ സിൻസ് ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് BC, position vector of D is equal to position vector of B plus position vector of C divided by 2. ഏതാണ് നമ്മൾ നിൽക്കുന്നത്? അപ്പൊ ഡിയുടെ പൊസിഷൻ വെക്ടർ ദാറ്റ് ഈസ് എ ഡി വെക്ടർ ഇസ് ഈക്വൽ ടു ബിയുടെ പൊസിഷൻ വെക്ടർ എ ബി വെക്ടർ സീൻ്റെത് എ സി വെക്ടർ ഡിവൈഡഡ് ബൈ 2. Therefore 2 കൊണ്ട് ക്രോസ് ചെയ്താൽ എ ബി വെക്ടർ പ്ലസ് എ സി വെക്ടർ ഇസ് ഈക്വൽ ടു കഴിഞ്ഞു 2 ഇൻറ്റു എ ഡി വെക്ടർ. അപ്പൊ കൺസെപ്റ്റ് ആ മിഡ് പോയിന്റിന്റെ കൺസെപ്റ്റും അതേപോലെ പൊസിഷൻ വെക്ടറും ഒക്കെ ഉണ്ടെങ്കിൽ ഇത്ര എഴുതാനുള്ളൂ. ചെറിയ പ്രോബ്ലം ആണ്, പക്ഷെ അതൊരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ്. ക്ലിയർ അല്ലേ? ഈ ഫിഗർ വെച്ചിട്ട് നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. സെക്കൻഡ് പ്രോബ്ലം ആയിട്ട് വരുന്നത്, if capital D, E, F are the midpoints of the sides BC, CA, AB respectively of triangle ABC, prove that triangle ABC അവിടെ തന്നെ ഒരു കാര്യം കൂടി, respectively of triangle ABC with the centroid G, with the centroid G, ആ ട്രയാങ്കിളിന്റെ centroid G, prove that അതിൽ ഫസ്റ്റ് വൺ AD vector plus first one AD vector plus BE vector plus CF vector is equal to 0 vector. 2 AG vector plus BG vector plus CG vector is equal to 0 vector. 3 GD vector plus GE vector plus GF vector is equal to 0 vector. കഴിഞ്ഞ പ്രോബ്ലം ആയിട്ട് കണക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ എന്തൊക്കെ പറഞ്ഞത്, ഒരു ട്രയാങ്കിൾ എ ബി സി ആദ്യം ഉണ്ട്, പ്രത്യേകത ഒന്നുമില്ല. ഇനി ട്രയാങ്കിൾ എ ബി സി എന്താ പറഞ്ഞിട്ട് ഇതില് ക്യാപിറ്റൽ ഡി ഇ എഫ് എന്ന് പറയുന്നത് നമ്മളെ 3 സൈഡുകളുടെ മിഡ് പോയിന്റ്സ് ആണ്. ഏതൊക്കെ സൈഡ്സ്? ബി സിന്റെ മിഡ് പോയിന്റ് ഡി. എന്നിട്ട് ഇവിടെ എ ഡിനെ പറ്റി പറയുന്നുണ്ട്, ഇത് മിഡ് പോയിന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഈ എ ഡി എന്ന് പറയുന്നത് നമ്മുടെ ട്രയാങ്കിളിന്റെ ആ ഒരു മീഡിയനാണ്, മീഡിയൻ. എ സിന്റെ മിഡ് പോയിന്റ് ഇ ആണ്, ഇത് മിഡ് പോയിന്റ് ആണ്. അപ്പൊ ആ ട്രയാങ്കിളിന്റെ രണ്ടാമത്തെ മീഡിയൻ ആണ് ബി ഇ. ഇനി മൂന്നാമത്തെ മീഡിയൻ ഈ പോയിന്റ് കൂടെ തന്നെ പോകും, നിങ്ങൾക്ക് അറിയാം. ഈ പോയിന്റിനെയാണ് സെൻട്രോയിഡ് എന്ന് പറയാ. അത് നിർബന്ധമായിട്ട് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും, ട്രയാങ്കിളിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ഈ എഫ് ആണ് മൂന്നാമത്തെ മിഡ് പോയിന്റ്. അപ്പൊ ആ മീറ്റ് ചെയ്ത ഈ പോയിന്റിനെ പറയുന്ന പേരാണ് സെൻട്രോയിഡ്. അതിന് ജി എന്ന് പേര് ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാനും ജി എന്ന് പേരിട്ടു. അപ്പൊ എ ഡി ഒരു മീഡിയൻ ആണ്, ബി ഇ രണ്ടാമത്തെ മീഡിയൻ, സി എഫ് മൂന്നാമത്തെ മീഡിയൻ, ജി സെൻട്രോയിഡ്. പിന്നെ നിങ്ങൾക്ക് അറിയാം സെൻട്രോയിഡ് ഡിവൈഡ് ഈച്ച് മീഡിയൻ ഇൻ ദ റേഷ്യോ 2:1. അപ്പൊ ഈ എ ജി ഈസ്റ്റ് ജി ഡി 2:1 ആണ്, ബി ജി ഈസ്റ്റ് ജി ഇ 2:1 ആണ്, സി ജി ഈസ്റ്റ് ജി എഫും 2:1 ആണ്. അപ്പൊ ഞാൻ ഒന്നാമത്തെ സൊല്യൂഷനിലേക്ക് വരാം.
എ ഡി വെക്ടറും ബിഇ വെക്ടറും സി എഫ് വെക്ടറും ആഡ് ചെയ്താൽ സീറോ വെക്ടർ. നമ്മൾ ഇവിടെ നിന്നിട്ട് നേരത്തെ പറഞ്ഞ മാതിരി പറയാം. എയിൽ നിന്ന് പറയുമ്പോ ഡി മിഡ് പോയിന്റ് ആയതുകൊണ്ട് എ ഡി വെക്ടർ ഇസ് ഈക്വൽ ടു എ ബി വെക്ടർ പ്ലസ് എ സി വെക്ടർ ഡിവൈഡഡ് ബൈ 2 ബൈ ടേക്കിംഗ് എ ആസ് ദി ഒറിജിൻ. ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതിയേക്കാം, ടേക്കിംഗ് എ ആസ് ദി ഒറിജിൻ. അതിന്റെ കാരണം സിൻസ് ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി. അതേപോലെ അടുത്ത മിഡ് പോയിന്റ് ഇ ആണ്. അപ്പൊ ബിഇ വെക്ടർ ഇസ് ഈക്വൽ ടു ബിഇ വെക്ടർ ഞങ്ങളുടെ ബിഇ വെക്ടർ ഇസ് ഈക്വൽ ടു ബി എ വെക്ടർ പ്ലസ് ബി സി വെക്ടർ ഡിവൈഡഡ് ബൈ 2. ഇതിന്റെ കാരണം സിൻസ് ഇ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി, ഈ മിഡ് പോയിന്റ് ആണ്. അപ്പൊ ബിയിൽ നമ്മൾ പറയുമ്പോ ബിഇ ആണ് ഇന്റെ വെർഷൻ അത് ബി എ പ്ലസ് ബി സി ഡിവൈഡഡ് ബൈ 2. ഇനി സി എഫ് വെക്ടർ എഫ് മിഡ് പോയിന്റ് ആയതുകൊണ്ട് സി എ പ്ലസ് സി ബി ഡിവൈഡഡ് ബൈ 2. സിയിൽ നിന്ന് നോക്കിയിട്ട് പറഞ്ഞ കാര്യം. അതിന്റെ കാരണം സിൻസ് എഫ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. അപ്പൊ 3 മിഡ് പോയിന്റുകൾ ഉപയോഗിച്ച് നമ്മൾ 3 വെക്ടറുകൾ എ ഡി ബിഇ സി എഫ് എഴുതിയപ്പോ ഇങ്ങനെ 3 റിസൾട്ട് കിട്ടി. ഇതിന്റെ റീസൺ, ആദ്യത്തെ റീസൺ സിൻസ് ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി, ഇത് സിൻസ് ഇ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി, ഇത് സിൻസ് എഫ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. ഇനി ഇത് 3 കൂടി ആഡ് ചെയ്താൽ നമ്മളെ ഒന്നാമത്തെ റിസൾട്ടിലേക്ക് പെട്ടെന്ന് എത്താം. ശ്രദ്ധിച്ചോ, ഇക്വേഷൻ 1 പ്ലസ് 2 പ്ലസ് 3 implies നോക്കടാ എ ഡി പ്ലസ് ബിഇ പ്ലസ് സി എഫ്. എ ഡി വെക്ടർ പ്ലസ് ബിഇ വെക്ടർ പ്ലസ് സി എഫ് വെക്ടർ ഈസ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 2. അപ്പൊ 1/2 അങ്ങോട്ട് പുറത്ത് വെച്ചിട്ട് 1/2 ഓൾ ഇൻറ്റു എ ബി പ്ലസ് എ സി പ്ലസ് ബി എ പ്ലസ് ബി സി പ്ലസ് സി എ പ്ലസ് സി ബി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു വെക്ടർ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ്. അപ്പൊ ഇവിടെ 1 2 3 4 5 6 വെക്ടേഴ്സ് ആണ് ആഡ് ചെയ്യുന്നത്. എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാൻ എ ബിന്റെ അടുത്തേക്ക് ഇവിടെ ഉള്ള ബി എനെ അങ്ങോട്ട് എഴുതി, എ ബി പ്ലസ് ബി എ. പിന്നെ എ സിന്റെ അടുത്തേക്ക് ഈ സി എനെ അങ്ങോട്ട് എഴുതി, സി എ പ്ലസ് ബി സിന്റെ അടുത്തേക്ക് സി ബിനെ എഴുതി. നിങ്ങൾ നോക്കേ, എ ബി വെക്ടർ പ്ലസ് ബി എ വെക്ടർ എന്ന് പറഞ്ഞാൽ എ വെക്ടർ അഥവാ സീറോ വെക്ടർ. അപ്പൊ ഹാഫ് ഇൻറ്റു ഈ 2 വെക്ടർ ആഡ് ചെയ്യുമ്പോൾ എ വെക്ടർ അത് സീറോ വെക്ടർ ആണ്. എ സി പ്ലസ് സി എ അതും എ വെക്ടർ അതും സീറോ വെക്ടർ ആണ്. ബി സി പ്ലസ് സി ബി 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 ആണ്, അതും സീറോ വെക്ടർ ആണ്. സീറോ വെക്ടർ 3 പ്രാവശ്യം ആഡ് ചെയ്താൽ സീറോ വെക്ടർ തന്നെയാണ്. ഹാഫ് ഇൻറ്റു സീറോ വെക്ടർ ഈക്വൽ ടു സീറോ വെക്ടർ തന്നെയാണ്. അപ്പൊ ഫസ്റ്റ് പ്രോബ്ലം കാണിച്ചു എ ഡി പ്ലസ് ബി പ്ലസ് സി എഫ് ഈക്വൽ ടു സീറോ വെക്ടർ. ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത 2 എണ്ണം കാണിക്കാം. അപ്പോ അടുത്തതിലേക്ക് വരുമ്പോൾ നമ്മൾ ആ റേഷ്യോ ഒന്ന് ഉപയോഗിക്കണം. എന്താ പ്രൂവ് ചെയ്യേണ്ടത് നോക്കിയാൽ സെക്കൻഡ് റിസൾട്ട് എ ജി പ്ലസ് ബി ജി പ്ലസ് സി ജി ഈക്വൽ ടു സീറോ വെക്ടർ. ഈ എ ജി ഇതാ എ ജി, ഇത് ബി ജി, ഇത് ഇങ്ങോട്ട് സി ജി. ഇവിടെ നമുക്ക് അറിയാം എ ജി ഈസ്റ്റ് ജി ഡി എന്ന റേഷ്യോ 2:1 ആ. അപ്പൊ ഈ എ ജി എന്ന വെക്ടർ ഈ എ ഡി എന്ന വെക്ടറിന്റെ 3/2 അല്ലേ? എടാ ഇത് 2 പീസാണ്, ഇത് 1 പീസ്. അപ്പൊ എ ഡി എന്ന ഈ വലിയ വെക്ടറിന്റെ 3/2 ആണ് എ ജി വെക്ടർ. അപ്പോ സെക്കൻഡിലേക്ക് വരുമ്പോ എ ജി വെക്ടർ ഇസ് ഈക്വൽ ടു 2/3 ഓഫ് എ ഡി വെക്ടർ. ബി ജി വെക്ടർ നിങ്ങൾ പറ, ബി ജി വെക്ടർ അതേപോലെ പറയുമ്പോ 2/3 ഓഫ് ബിഇ വെക്ടർ. അതേപോലെ സി ജി വെക്ടർ ഇസ് ഈക്വൽ ടു 2/3 ഓഫ് സി എഫ് വെക്ടർ. ഇത് 3 കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്താൽ therefore AG vector plus BG vector plus CG vector is equal to 2/3 മൂന്നിലുള്ളതുകൊണ്ട് 2/3 all into AD plus BE plus CF. 2/3 all into
AD വെക്ടർ പ്ലസ് BE വെക്ടർ പ്ലസ് CF വെക്ടർ. ഇത് നമ്മൾ കാണിച്ചിട്ടുണ്ട് 2/3 ഇൻറ്റു 0 വെക്ടർ. അപ്പൊ അത് നേരത്തെ കാണിച്ചുകൊണ്ട് അതവിടെ കൊടുത്താൽ മതി. 2/3 ഇൻറ്റു 0 വെക്ടർ = 0 വെക്ടർ. ഇനി മൂന്നാമത്തിലേക്ക് വരുമ്പോ ഇതേപോലെ നിങ്ങൾ കണക്ട് ചെയ്ത് പറയും GD വെക്ടർ. GD വെക്ടർ എന്ന് പറയുന്നത് AD വെക്ടറിന്റെ 1/3 അല്ലേ? ഇത് 2 കഷ്ണമാണ്, ഇത് 1 3/1 കഷ്ണമാണിത്. അപ്പോ GD വെക്ടർ = 1/3 ഇൻറ്റു AD വെക്ടർ. അതേപോലെ GE വെക്ടർ = 1/3 ഇൻറ്റു BE വെക്ടർ. GF വെക്ടർ = 1/3 ഇൻറ്റു CF. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ therefore GD വെക്ടർ പ്ലസ് GE വെക്ടർ പ്ലസ് GF വെക്ടർ = 1/3 കോമൺ ആണ്, 3 1/3 ഇൻറ്റു 1/3 ഇൻറ്റു AD വെക്ടർ പ്ലസ് BE വെക്ടർ പ്ലസ് CF വെക്ടർ. അത് 0 വെക്ടർ നമ്മൾ ഫസ്റ്റ് ഇതിന്റെ ഫസ്റ്റ് സെക്ഷനിൽ കാണിച്ചല്ലോ. 1/3 ഇൻറ്റു 0 വെക്ടർ = 0 വെക്ടർ. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം വരുന്നത് തേർഡ് വൺ. ABCD is a parallelogram. Prove that the first one AC vector plus BD vector = 2 into BC vector. Second, AC vector minus BD vector = 2 into AB vector. എന്താ പറയുന്നത്? ABCD is a parallelogram. ഇഷ്ടമുള്ള പാരലോഗ്രാം ABCD. പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ അറിയാലോ. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ ആണ്. എന്നിട്ട് ഇവിടെ ആഡ് ചെയ്യാനും മൈനസ് ചെയ്യാനും പറഞ്ഞ വെക്ടേഴ്സ് ഒന്ന് AC-യും ഒന്ന് BD-യും. AC ഇതാ, AC വെക്ടർ, BD വെക്ടർ. ഇത് ആഡ് ചെയ്യണം മൈനസ് ചെയ്യാനായിട്ട് പ്രോബ്ലം വന്നത്. ഞാൻ ചെയ്യാം ഇവിടെയൊക്കെ ഈ ആൻസറിലൊക്കെ സൈഡിന്റെ വെക്ടർ ഉള്ളത്, സൈഡ് വെക്ടർ. അപ്പൊ ഫസ്റ്റ് വണ്ണില് സിമ്പിൾ ആയിട്ട് പറയാം, AC വെക്ടർ നമ്മളൊന്ന് സൈഡ് ഉപയോഗിച്ച് ചെയ്താൽ പോവാ. എന്ന് നേരെ സിയിലേക്ക് പോണതിന് പകരം എന്ന് ബിയിലേക്ക് പോരാ, എന്നിട്ട് ബിന്ന് സിയിലേക്ക് പോവാ. അപ്പൊ AB വെക്ടർ പ്ലസ് BC വെക്ടർ. ഓക്കെ, ഇതോടെ നിൽക്കട്ടെ, ഇക്വേഷൻ നമ്പർ 1. ഇനി BD പറയൂ. BD വെക്ടർ കിട്ടാന് ബിന്ന് ഡിയിലേക്ക് നേരിട്ട് പോണതിന് പകരം ബിന്ന് എയിലേക്ക് വന്നിട്ട് എന്ന് ഡിയിലേക്ക് പോകാം, അല്ലെങ്കിൽ ബിന്ന് സിയിലേക്ക് പോയിട്ട് സിന്ന് ഡിയിലേക്ക് വരാം. അങ്ങനെ ആരും കുഴപ്പമില്ല. ഞാൻ ബിന്ന് എയിലേക്ക് വന്ന് എന്നിട്ട് എന്ന് ഡിയിലേക്ക് പോയി. അപ്പൊ ഇത് BA പ്ലസ് AD. ഇനി നിങ്ങൾ ദാറ്റ് ഈസ് ഒരു സ്റ്റെപ്പ് കൂടി. BD വെക്ടർ = BA വെക്ടർ എന്ന് പറയുന്നത് AB വെക്ടറിന്റെ നെഗറ്റീവാ അല്ലേ? അപ്പൊ ഇത് മൈനസ് AB വെക്ടർ എന്ന് എഴുതാം. AD വെക്ടർ തന്നെയാണ് BC വെക്ടർ, പാരലോഗ്രാം അല്ലേ? അപ്പൊ ഈ ADക്ക് പകരം BC എന്ന് എഴുതി. ഇതിന്റെ റിസൾട്ട് 2. ഇനി 1ഉം 2ഉം ആഡ് ചെയ്താൽ ഒന്നാമത്തെ റിസൾട്ട് കിട്ടും, മൈനസ് ചെയ്താൽ രണ്ടാമത്തെ കിട്ടും. ആഡ് ചെയ്താൽ AC വെക്ടർ പ്ലസ് BD വെക്ടർ = AB പ്ലസ് മൈനസ് AB 0 വെക്ടർ ആയി പോകും. BC പ്ലസ് DC 2BC. ക്ലിയർ അല്ലേ? 1 2 മൈനസ് ചെയ്താൽ 1 മൈനസ് 2 ചെയ്താൽ AC വെക്ടർ മൈനസ് BD വെക്ടർ = എന്താ? AB മൈനസ് മൈനസ് AB പ്ലസ് AB 2AB ആവും വെക്ടർ. BC മൈനസ് BC ക്യാൻസൽ ആവും. ഓക്കെ, അപ്പൊ ഈ സെക്ഷനിൽ കുറച്ചുകൂടി പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് അടുത്തൊരു ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.